गणपतिं महागणपतिं महागणपतिं KKPS കുഴൽമന്ന മണ്ഡലം ത്രിവേദ തിയേറ്റർ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ 4ാമത്തെ നാടകം അണയാൻ ഒരിടം. എല്ലാ ബന്ധങ്ങളിലും സ്വാർത്ഥതയുണ്ട്, വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാ ബന്ധങ്ങളിലും സ്വാർത്ഥതയുണ്ട്, വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അച്ഛൻ അമ്മ മക്കൾ ബന്ധങ്ങളിലും ഓരോ മുറിവുകളുണ്ട്. അച്ഛൻ അമ്മ മക്കൾ ബന്ധങ്ങളിലും ഓരോ മുറിവുകളുണ്ട്. ഈ നാടകത്തിലെ അഭിനേതാക്കളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കരുണാനന്ദ മാഷ്, കലാധരൻ എടത്തറ, പലിശക്കാരൻ പത്മനാഭൻ മുതലാളി ദിനേശ് ചുങ്കമന്നം, രാഷ്ട്രീയക്കാരൻ ശിവമൂർത്തി രമേശ് പെരിങ്ങോട്ടൂർശ്ശി, ഓട്ടോക്കാരൻ ഓമനക്കുട്ടൻ ജയകുമാർ കടകുർശ്ശി, സ്വപ്നക്കുട്ടി ത്രിവേദാഞ്ജന, പ്രൊഡ്യൂസർ KK മനോജ് പണിക്കർ, നാടക സഹായികൾ KV രാമദാസ് പണിക്കർ ചുങ്കമന്നം, രജനീഷ് പണിക്കർ, എഡിറ്റർ ആൻഡ് സൗണ്ട് മാനേജർ സുരേഷ് P കളപ്പട്ടി, രംഗപടം ജനനി ചന്ദ്രഹാസൻ. നാടകഗാനം ആലപിച്ചവർ രമേശ് പെരിങ്ങോട്ടുകുറിശി, ദിനേശ് ചുങ്കമന്നം, ജയകുമാർ കടകുർശി. ഗാനരചന ജയകുമാർ കടകുർശി. കഥാരചന സംവിധാനം ജയകുമാർ കടകുർശി. നാടകപ്രേമികൾക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പരിഭവിക്കുന്നവർക്കും പരിഭ്രമിക്കുന്നവർക്കും വേണ്ടത് അണയാൻ ഒരിടമാണ്. അവരൻ്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും സ്നേഹങ്ങളും കണ്ടെത്താനുള്ള ശേഷിയാണ് കരുണ അളക്കുന്നതിനുള്ള മാർഗം. അണയാൻ ഒരിടം. ആരാ അവിടെ? ആരാ? ഓ, നായ്ക്കളാണെങ്കിൽ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. 2-3 ദിവസമായി രാത്രിയിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്കിപ്പോ വല്ല കള്ളന്മാരോ മറ്റോ ആണാവോ? ഒറ്റയ്ക്കാണല്ലോ താമസം. ഈശ്വരാ, ഓ, വയ്യാതായിരിക്കുന്നു. രാവിലെ തന്നെ ഉറക്കവും വരുന്നു. ഇതാരാത്? പലിശക്കാരൻ പത്മനാഭൻ മുതലാളിയോ? എന്തിനു വന്നു? ഈ അച്ഛനെ കൊല്ലാനോ? അതോ ചില വാക്കുകൾ കൊണ്ട് നോവിച്ച് കലഹിച്ചു പോകാനോ? അയ്യോ, അച്ഛനെ കൊല്ലാനോ? ഈ മകനെ കൊണ്ടതാവില്ല. ദേഷ്യപ്പെട്ട് അച്ഛനോട് പലതും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ കുളത്തിൽ നീന്താൻ അറിയാതെ മുങ്ങിത്താഴുന്ന സമയത്ത് അച്ഛൻ എന്നെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. അന്ന് ആ സമയത്ത് അച്ഛൻ്റെ പ്രാണവേദന, ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛൻ, ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛൻ. എന്നിട്ടാണോ ഈ അച്ഛനെ നിന്റെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടത്? ഗൾഫിലുള്ള നിന്റെ ഭാര്യ
സുലോചനയുടെ വാക്കുകൾ കേട്ട് നീ എന്നെ വേദനിപ്പിച്ചത്? നിങ്ങൾ എന്നെ അനാഥ മന്ദിരത്തിലേക്കാക്കി. പക്ഷേ വാശിയോടെ ഒരിടം തേടി ഈ വാടക വീട്ടിലെത്തി. ഈ വയസ്സാം കാലത്ത് മക്കളില്ലാതെ ഒറ്റയ്ക്കൊരച്ഛന് താമസിക്കാൻ പറ്റുമോ എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? നിന്റെ അമ്മ മരിക്കുമ്പോൾ നിങ്ങൾക്ക് 8ഉം 10ഉം വയസ്സുകളായിരുന്നു. നിങ്ങളുടെ ജീവിതം അനാഥമാകല്ലോ എന്ന് കരുതി ഞാൻ വേറെ വിവാഹം കഴിച്ചില്ല. നിന്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഈ 2 മക്കൾ നിങ്ങളുടെ കണ്ണുകളായിരിക്കുമെന്നാണ്. എടോ, കാർ നിർത്താൻ അറിയാത്ത നീയൊക്കെ എവിടത്തെ മുതലാളിയാണോ? വീട്ടിന് നേർക്കാണോ കാർ നിർത്തുക? സൈഡ് നിർത്തണ്ടേ? എൻ്റെ ഓട്ടോ നിർത്താൻ സ്ഥലമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടി. എന്താണോ നോക്കി പഠിപ്പിക്കുകയാണോ? ഈ പലിശക്കാരൻ പത്മനാഭൻ മുതലാളിയെ കുറിച്ച് താൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ താൻ എന്റെ മുമ്പിൽ സംസാരിക്കില്ലായിരുന്നു. എടോ പത്മനാഭ, തന്നെ കുറിച്ച് എല്ലാം എനിക്കറിയാം. 2-3 വർഷം മുമ്പ് സ്പിരിറ്റ് കടത്തിയതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് താങ്കളെ ചോദ്യം ചെയ്യുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. തൻ്റെ ആളുകൾ എൻ്റെ ഈ ഓട്ടോറിക്ഷയിലാണ് കയറിയത്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞു. പിന്നെ കൊള്ളപ്പലിശ കൊണ്ട് പാവങ്ങളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കി മാടമ്പിയായി അല്ലേ? എടാ പട്ടി, വെറും ഒരു ഓട്ടോക്കാരനായ നിനക്ക് ഇത്ര അഹങ്കാരമോ? കൊല്ലും ഞാൻ. ചീ, നിർത്തടാ, വിടവനെ, കടക്കാ പുറത്ത് പോകാൻ. നിന്നെ പോലുള്ള സ്വന്തം മകനേക്കാൾ എനിക്ക് വലുത് എനിക്ക് ജനിക്കാതെ പോയ മകനെ പോലെയുള്ള ഈ ഓട്ടോക്കാരൻ ഓമനക്കുട്ടനാണ്. എൻ്റെ ഓട്ടോറിക്ഷയിൽ ഇവൻ ഓട്ടം ഓടിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചു പോകുന്നത്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുത്, പോകാൻ. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല. ഇയാൾ നിങ്ങളുടെ മകനാണോ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് നന്നായി നീ പറഞ്ഞത്. അല്ല, മാഷിന് മക്കളാരുമില്ല എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. 2 മക്കളുണ്ട്. അവർ എന്നെ ആട്ടിയിറക്കി വിട്ടു. അപ്പോൾ പിന്നെ ആരുമില്ലാത്തവരല്ലേ ഞാൻ. 2ഉം പെൺകൊന്തവന്മാരാണ്. കെട്ടിയോൾമാരുടെ വാക്കുകൾ കേട്ട് നടക്കുന്നവർ. എൻ്റെ സ്വത്തുക്കൾ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. എന്നെ അവർക്ക് വേണ്ട. ഈ അച്ഛനെ അവർക്ക് ആവശ്യമില്ലാതായി. എടാ ഓമനക്കുട്ട, ഞാൻ നിന്നെ 1 മാസമേ ആകുന്നുള്ളൂ പരിചയപ്പെട്ടിട്ട്. പക്ഷേ ഒരുപാട് വർഷത്തെ പരിചയം പോലെ തോന്നുന്നു. നീ എൻ്റെ മകനെ പോലെയാണ്. മാഷേ, എൻ്റെ 10ാം വയസ്സിൽ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. 17 വയസ്സ് വരെ ചിറ്റപ്പൻ എന്നെ വളർത്തി. അവർക്ക് എന്നെ ശല്യമായി തോന്നിയപ്പോൾ 18ാം വയസ്സിൽ ഞാൻ ജോലി അന്വേഷിച്ച് ബോംബെയിലേക്ക് പോയി. അവിടെ ഒരു ഹോട്ടലിൽ 25 വയസ്സ് വരെ ജോലി ചെയ്തു. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ചുമത്തി, കള്ളൻ എന്ന മുദ്ര ചുമത്തി എന്നെ അവിടെയുള്ളവർ ജയിലിലാക്കി. പിന്നെ എങ്ങനെയോ ആരുടെയോ സഹായം കൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ശേഷം ഞാൻ അവിടം വിട്ട് നാട്ടിൽ തിരിച്ചെത്തി. കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ആരും എനിക്ക് സഹായിക്കാനില്ലായിരുന്നു. ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഭാഗ്യദേവതയെ പോലെ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവൾ എന്നെ പ്രേമിച്ചു. അതൊരു പ്രേമം മാത്രമല്ല, സഹതാപം കൂടിയാണ്. ഒളിച്ചോടി വന്നപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യം അറിഞ്ഞില്ല. ഞങ്ങൾക്ക് 9 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട്. മോനെ ഓമനക്കുട്ട, നിന്റെ ഈ കഥ കേൾക്കുമ്പോൾ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് എഴുതിത്തരാനാണ് തോന്നുന്നത്. അവർ എന്നെ എന്തു ചെയ്താലും ശരി, എൻ്റെ ആ 2 ആൺമക്കൾക്ക് ഞാൻ എഴുതി കൊടുക്കില്ല. രാക്ഷസന്മാരാണവർ. എന്നെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല.
നല്ല മഴ. എന്ത് ശബ്ദം കേൾക്കുന്നുണ്ട്? കാറ്റത്ത് മരങ്ങൾ മറ്റോ വീഴോ ആവോ? അയ്യോ, ആരാ? അയ്യോ, എന്നെ വിട്. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത്? നിർത്തടാ പട്ടി, ഇറങ്ങിപ്പോടാ. അവനൊന്നും ചെയ്യരുത്. പാവങ്ങളോട് മെക്കിട്ട് കയറുന്ന വീര രാഷ്ട്രീയ നേതാവ്. നിന്റെ ഈ രാഷ്ട്രീയ കളി എന്നോട് വേണ്ട. കടക്ക് പുറത്ത്. അന്നേ നിന്നോട് പറഞ്ഞതാണ് എന്നെ കാണാൻ വരരുതെന്ന്. എനിക്കിങ്ങനെ ഒരു മകനില്ല. പോ. അച്ഛാ, ഈ പന്ന ഓട്ടോക്കാരൻ എന്തിന് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വെച്ച് നിഗളിക്കരുത്. മക്കളോളം വരില്ലല്ലോ അന്യൻ. മക്കൾ സ്വന്തം അച്ഛനെ നോക്കാൻ പറ്റാതെ ഒരു പട്ടിയെ പോലെ വീട്ടിൽ നിന്നും മാട്ടി ഇറക്കി വിട്ട നീയൊക്കെയാണോ മക്കൾ? ചെന്നായിക്കൾ. അച്ഛൻ്റെ സ്വത്ത് വേണം, പക്ഷേ അച്ഛനെ വേണ്ട. ഭാര്യമാരുടെ വാക്കുകൾ കേട്ട് നടക്കുന്ന പെൺകൊന്തന്മാരാണ് നിങ്ങൾ. പോ രാഷ്ട്രീയ നേതാവ്, എൻ്റെ മുമ്പിൽ നിന്ന് പോ. കാണണ്ട നിങ്ങളെ. ഈ ഓട്ടോക്കാരൻ ഓമനക്കുട്ടനാണ് ഇനി എൻ്റെ മകൻ, സ്വന്തം മകൻ. ഈ ഓട്ടോക്കാരൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. പിന്നെ അച്ഛാ, സ്വത്തുക്കൾ ഞങ്ങൾ രണ്ടുപേർക്കും എഴുതി തന്നിരുന്നെങ്കിൽ അച്ഛനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുമായിരുന്നു. അച്ഛന് ഒരു എല്ല് കൂടുതലാണല്ലേ. വീര്യം കൂടിയതുകൊണ്ടാണല്ലോ പ്രശ്നമുണ്ടായപ്പോൾ അച്ഛനെ ഞങ്ങൾ കാട്ടിയിരക്കി വിടേണ്ടി വന്നത്. എന്താ, നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഒരു എല്ല് കൂടാൻ പാടുള്ളൂ എന്നുണ്ടോ? എന്നെപ്പോലുള്ള പാവപ്പെട്ട ഓട്ടോക്കാർക്കും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛന്മാർക്കും ഒരു എല്ല് കൂടും, വീര്യവും കൂടും. നിങ്ങളെപ്പോലുള്ള ക്രൂരനായ കഴുകന്മാരെ തളർത്തണമെങ്കിൽ ഞങ്ങൾക്ക് വീര്യം കൂടിയേ പറ്റൂ. അതുകൊണ്ട് ശിവമൂർത്തി സാറേ, പോകാൻ നോക്ക്. അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ജയിക്കേണ്ടതല്ലേ. സ്വന്തം അച്ഛനെ ഉപദ്രവിച്ചു എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അവരെങ്ങനെ വോട്ട് ചെയ്യും? അതുകൊണ്ട് ഓർത്ത് കളിക്ക് നേതാവേ. എടാ ഓട്ടോക്കാരാ, നിന്റെ ഈ ഓട്ടം ഞാൻ നിർത്തും. നേരെ വണ്ണം നിനക്ക് ഈ റോഡിലൂടെ ഓടാൻ സാധിക്കില്ല. ഈ നേതാവ് വിചാരിച്ചാൽ ഈ ശിവപുരം പഞ്ചായത്തിൽ നിന്റെ പൊടി പോലും കാണില്ല. ഓർത്തോ. ഓട്ടെ അച്ഛാ. മാഷ് വിഷമിക്കരുത്. ആ രണ്ട് ആൺമക്കളെ ചിന്തിച്ച് അസൂയ വരുത്തരുത്. എന്തിനും ഞാൻ മാഷിൻ്റെ കൂടെ ഉണ്ടാവും. മാഷ് എൻ്റെ പേർക്ക് സ്വത്തുക്കൾ എഴുതി തരും എന്ന് പറഞ്ഞത് കൊണ്ടല്ല. എനിക്കൊന്നും വേണ്ട മാഷേ. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്കിപ്പോൾ ഒരച്ഛനെ കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമായി. ഹലോ അച്ഛാ. ഇപ്പോൾ വരാട്ടോ മോളെ. മാഷേ, മോൾ അന്വേഷിക്കുന്നുണ്ട്. നാളെ വരാം. ഇതാ ഇന്നത്തെ കളക്ഷൻ. അച്ഛാ, അച്ഛാ, ഇയാൾ എവിടെ പോയി ചത്തു കിടക്കുകയാണ്? വേഗം ചാവുന്നതുമില്ല. നാശം. പത്മനാഭേട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ശിവപുരം പഞ്ചായത്തിന്റെ അടുത്തുള്ള 16 സെന്റ് ഭൂമി അച്ഛനെ കൊണ്ട് എന്റെ പേര് എഴുതി തരാൻ പറയണം. എനിക്ക് ലേഡീസ് ഹോസ്റ്റൽ നിർമ്മിക്കണം. എത്രയും പെട്ടെന്ന് വേണം. അടുത്ത ഇലക്ഷനിൽ എനിക്ക് നിൽക്കണം. ജയിച്ചാൽ പിന്നെ ഒരുപിടി പണിയുണ്ട്. ആ ഭൂമി എത്രയും പെട്ടെന്ന് എന്റെ പേര് കാക്കണം. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അച്ഛനോട് പറ. ആ പിന്നെ അതിന്റെ അടുത്ത 30 സെന്റ് ഭൂമി എനിക്ക് വേണം. ആശുപത്രി നിർമ്മിക്കണം. എൻ്റെ ഭാര്യ ഗൾഫിൽ നേഴ്സാണെന്ന കാര്യം നിനക്കറിയാലോ. പിന്നെ എൻ്റെ മകൾ അടുത്ത കൊല്ലം ഡോക്ടറുമാകും. അതെങ്ങനെ ശരിയാകും? ആ 30 സെന്റ് ഭൂമിയിൽ നിന്ന് 8 സെന്റ് ഭൂമി എനിക്ക് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് പറ്റത്തില്ല. മാത്രവുമല്ല, അതിൽ കുറച്ച് പണം ഞാൻ ഇറക്കിയിട്ടുണ്ട്. ശരി ശരി. പിന്നെ അച്ഛനെയും കൂട്ടി നിന്റെ വീട്ടിലിരുത്ത്. അവിടെയാണെങ്കിൽ നിന്റെ ഭാര്യയും കുട്ടികളുമുണ്ടല്ലോ. എങ്കിലേ സ്ഥലം അച്ഛൻ നമ്മുടെ പേർക്ക് എഴുതി തരത്തുള്ളൂ. ഈ സാധനത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ
എന്റെ കാര്യം കട്ട പുകയാകും. എന്റെ ഭാര്യയുടെ സ്വഭാവം ഏട്ടൻ അറിയാലോ, രാക്ഷസിയാണ് അവൾ. അച്ഛനും അവളും ഒട്ടും യോജിക്കില്ല. എപ്പോഴും യുദ്ധമാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ. ഇങ്ങനെ പറഞ്ഞാൽ കാര്യം എങ്ങനെ നടക്കും? എന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് ഭാര്യയുടെ പാശ്ചാത്യരെ കേൾക്കും. അപ്പൊ പിന്നെ ഇനി എന്തോ ചെയ്യും എന്റെ മുതലാളിമാരെ? അച്ഛനെ അപ്പോ തട്ടിക്കളഞ്ഞാലോ? എടാ ഓമനക്കുട്ടാ, നിന്നെ ഞാൻ ഇങ്ങനെ ഓമനിച്ച് നിന്റെ കവിളിൽ ആദ്യം ഉമ്മ തരും, എന്നിട്ട് നാവിനെ ആദ്യം അടിയും. ഈ കഴുത്തിനെ അങ്ങോട്ട് വെട്ടി കഷ്ണാക്കി കാട്ടിലെ കടുവയ്ക്ക് ഇട്ട് കൊടുക്കും. എടാ ഞാനേ രാഷ്ട്രീയക്കാരനായ കടുവയടാ. പട്ടി, ഈ പലിശക്കാരൻ പത്മനാഭൻ മുതലും കൂടെ കൊട്ടേഷന്റെ മുണ്ടടാ. അവര് വിട്ട് നിന്നെ ഞാന് ഇരുട്ടനടിപ്പിക്കും. എന്നിട്ട് കൊന്ന് ചാക്കിലാക്കി കൊക്കയിലേക്ക് വലിച്ചെറിയാൻ പറയും. അപ്പോൾ പിന്നെ കാട്ടുപലി വന്ന് നിന്നെ ഭക്ഷണമാക്കും. അയ്യോ മുതലാളിമാരെ, ഞാൻ പറഞ്ഞത് സത്യമാണ്, കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് സ്വത്ത് വരാനും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ കൊല്ലാനും ഞാൻ കൂട്ടി നിൽക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് പാരിതോഷികം തരും? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്നാ ഞങ്ങളിപ്പോ പോകുന്നു. നീ ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞത് ഉറപ്പാണല്ലോ അല്ലേ? എങ്കിൽ പിന്നെ കാര്യമായിട്ട് തന്നെ പാരിതോഷികം തനിക്ക് ഞങ്ങൾ നൽകും, അത് ഉറപ്പാണ്. പത്മനാഭേട്ട, ഇപ്പൊ നമുക്ക് പോകാം. ഇവനെ വിളിച്ചിട്ട് പിന്നീട് നമുക്ക് കൂടി ആലോചിക്കാം. ഓക്കെ? എടാ ഓമനക്കുട്ടാ, ഞാൻ കുളിക്കുകയായിരുന്നു. ഇവിടെ എന്തൊക്കെയോ ബഹളം കേട്ടല്ലോ. ആരെങ്കിലും വന്നിട്ട് പോയോ? ഇല്ലല്ലോ, ആരും വന്നില്ല. വന്നിരുന്നു. ഈ ശിവപുരം ശിവക്ഷേത്രത്തിൽ നിന്ന് പിരിവിന് വന്നിരുന്നു. ഞാൻ ആളില്ല എന്ന് പറഞ്ഞ് അയച്ചു വിട്ടു. അയച്ചു വിടണ്ടായിരുന്നു, സംഭാവന കൊടുക്കണമായിരുന്നു. ശിവപുരം ശിവക്ഷേത്രത്തിലെ മഹാദേവൻ ശക്തിയുള്ളതാ, വിളിച്ചാൽ വിളിയേക്കും. ഞാൻ എൻ്റെ സങ്കടം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത എൻ്റെ ആൺമക്കളെ രക്ഷിക്കണമെന്ന്. എന്തു പറ്റി ഓമനക്കുട്ട? മുഖം വാടിയിരിക്കുന്നു, സുഖമില്ലേ? ഒന്നുമില്ല പക്ഷേ. ഓട്ടോമാമ, എവിടെ മുത്തശ്ശൻ? എനിക്ക് കാണാൻ കൊതിയാവുന്നു. വിളിക്കാട്ടോ മോളെ. മാഷേ ഇതാരാ വന്നിരിക്കുന്നൊക്കെ? ഇതെന്റെ പേരക്കുട്ടിയാണല്ലോ, സ്വപ്നക്കുട്ടി. വാ വാ. മുത്തശ്ശ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. അതെയോ, മിടുക്കി. ഈ മുത്തശ്ശൻ എൻ്റെ സ്വപ്നക്കുട്ടിക്ക് വേണ്ടി സ്കൂൾ ബാഗ്, ചെരുപ്പ്, 4 ജോഡി ഡ്രസ്സുകൾ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. തരാട്ടോ. അതിനു വേണ്ടിയാണ് ഈ ഓട്ടോ മാമനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അയ്യോ വേണ്ട മുത്തശ്ശ, അച്ഛനും അമ്മയും എന്നെ ചീത്ത പറയും. മുത്തശ്ശനോട് മിണ്ടണ്ടെന്നാ പറഞ്ഞിരിക്കണത്. എൻ്റെ മകളോട് അങ്ങനെയൊക്കെ പറഞ്ഞോ? അയ്യോ മുത്തശ്ശന് വിഷമായോ? വിഷമിക്കണ്ട കേട്ടോ. എങ്കിൽ പിന്നെ മുത്തശ്ശൻ എന്റെ കൂടെ വീട്ടിലേക്ക് വാ മുത്തശ്ശ, വാ. നിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടതല്ലേ, പിന്നെങ്ങനെയാ മുത്തശ്ശൻ വരിക? എൻ്റെ പേരക്കുട്ടിക്ക് എന്നെ കാണാൻ വരാൻ തോന്നിയല്ലേ, അത് മതി. ഓമനക്കുട്ടാ, നീ ഒരു പാട്ട് പാട്. എൻ്റെ പേരക്കുട്ടിയുടെ കൂടെ അല്പനേരം സന്തോഷിക്കട്ടെ. കള്ളം പറയുന്ന നാവുണ്ട്, കള്ളത്തരം ചൊല്ലാനറിവുണ്ട്. കള്ളം പറയുന്ന നാവുണ്ട്, കള്ളത്തരം ചൊല്ലാനറിവുണ്ട്. നുണക്കുഴിയുള്ള കവിളുണ്ട്,
കാരണം കാട്ടാൻ കുറുമ്പുണ്ട്, നുണക്കുഴിയുള്ള കവിളുണ്ട്. കാരണം കാട്ടാൻ കുറുമ്പുണ്ട്, സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ട്, സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ട്. മുത്തശ്ശനെ കാണാൻ കൊതിയുണ്ട്, മുത്തശ്ശനെ കാണാൻ കൊതിയുണ്ട്. ഹലോ, എടാ ഓമനക്കുട്ടാ, ഇന്ന് രാത്രി 10 മണിക്ക് എൻ്റെ ഗോഡൗണിൽ എത്തണം. ഓക്കെ, ചില പദ്ധതികൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് നടപ്പാക്കണം. ഞങ്ങളുടെ അച്ഛൻ കരുണാനന്ദൻ മാഷിനെ എങ്ങനെ കൊല്ലണമെന്ന പദ്ധതി നമുക്ക് കൂടി ആലോചിക്കണം. വേഗം വാ. ഓക്കെ ആ, ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ ഞാൻ ഓട്ടത്തിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, ഓക്കെ ഓക്കെ. ആരാ ഫോണിൽ ഓമനക്കുട്ടാ? എൻ്റെ കൂട്ടുകാരനാണ് പക്ഷേ. എൻ്റെ പേരക്കുട്ടിയെ നീ വീട്ടിൽ കൊണ്ടാക്കണം. ശരി മാഷെ. സ്വപ്നക്കുട്ടി, മുത്തശ്ശന് ടാറ്റ പറ. ടാറ്റ മുത്തശ്ശ. പോകാം. എടാ ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഇവൻ എവിടെ പോയി കിടക്കണ? അച്ഛനെ കാണുന്നില്ലല്ലോ. ഗോഡൗണിൽ എത്താൻ പറഞ്ഞപ്പോ ഓമനക്കുട്ടൻ എത്തിയതുമില്ല. 50,000 രൂപ ഗൂഗിൾ പേ വഴി അയക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഓമനക്കുട്ടൻ പണം കൊണ്ട് മുങ്ങുവോ? ഹലോ, എന്റെ സുലോചനെ, നീ ഇങ്ങനെ ഗൾഫിൽ നിന്ന് മുതലാളിയമ്മയെ പോലെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛനെ കൊല്ലുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ഒന്ന് ഫോൺ വെക്കേ, ഞങ്ങൾ ആലോചിച്ചിട്ട് വിളിക്കാം. ഓ, എന്തായോടോ ശിവമൂർത്തി, എവിടെ ആ ഓമനക്കുട്ടൻ? ഗോഡൗണിൽ എത്താൻ പറഞ്ഞപ്പോ അവൻ എത്തിയതുമില്ല. കൊള്ളൻ 50,000 രൂപയും കൊണ്ട് മുങ്ങിക്കാണുവോ? ഏയ്, അവനങ്ങനെ ചെയ്യില്ല. പണത്തിന് അത്യാവശ്യമുള്ളവനാണ്. അവൻ നമ്മളെ എങ്ങാനും ചതിച്ചാൽ അവന്റെ ഭാര്യയും മൂലം ഞാൻ വെച്ചേക്കില്ല. ഈ പത്മനാഭ മുതലാളിയെ കുറിച്ച് അവൻ ഇനിയും ഒന്നും മറന്നിട്ടില്ല. ഈ ബിരിയാണി പൊതിയില് വിഷം കലർത്തിയിട്ടുണ്ട്. ഓമനക്കുട്ടനെ പിന്നെ അച്ഛനങ്ങ് മരിച്ചാൽ സ്വത്തുക്കൾ നമുക്ക്. മാത്രമല്ല, മറ്റൊരു ഐഡിയ കൂടി മനസ്സിലുണ്ട്. അച്ഛൻ മരിച്ചാൽ പുറകെ പോലീസ് അന്വേഷിക്കും. ഓമനക്കുട്ടനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ നമുക്ക് അവന് കൊടുക്കാനുള്ള 1,00,000 രൂപ കൊടുക്കാതെ നമുക്ക് ലാഭിക്കാം. എങ്ങനെ? ആ മുതലാളിമാർ, സോറി, ഞാൻ ഗോഡൗണിൽ എത്തിയിരുന്നു. പക്ഷേ നല്ല ചില്ലറ കിട്ടുന്ന ഓട്ടം കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. പണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കുടുംബം പോറ്റണ്ടേ സാറേ. ശരി ശരി, ഈ ബിരിയാണി പൊതിയിൽ വിഷം കലർത്തിയിട്ടുണ്ട്, അച്ഛന് കൊടുക്കണം. ഓക്കെ, കാര്യം കഴിഞ്ഞിട്ട് ബാക്കി 1,00,000 രൂപ നിന്റെ ബാങ്ക് അക്കൗണ്ടിലെത്തും. പോട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. മാഷിനെ കാണുന്നില്ലല്ലോ. ഹലോ, ആ ഓക്കെ ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണ്ട. മാഷിന് സംശയം തോന്നും. കാര്യം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ഓമനക്കുട്ടാ, ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. മാഷിന് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. മാഷ് ചൂടാറുമ്പോഴേക്കും കഴിച്ചോളൂ. ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് ഇപ്പം വരാം. ഈ ഓമനക്കുട്ടന് എന്നോട് എന്ത് സ്നേഹമാ. ഇതുപോലൊരു മകനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്ത് പണിയാണ് നീ കാണിച്ചത്? മാഷ്, ഈ വെള്ളം കുടിക്കൂ. ഈ ബിരിയാണി ചോറിൽ വിഷം കലർത്തിയിട്ടുണ്ട്. മാഷിനെ കൊല്ലാൻ മാഷിൻ്റെ മക്കൾ
എനിക്ക് തന്നയച്ചതാണ്. ഇത് ചെയ്യാനായി എനിക്ക് 50,000 രൂപ അഡ്വാൻസായി തന്നിട്ടുണ്ട്. കൊല്ലാമായിരുന്നില്ലേ നിനക്ക്? യോ, മാഷിനെ കൊല്ലാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ അഭിനയിക്കുകയായിരുന്നു. നിങ്ങളുടെ മക്കളുടെ മനസ്സിലുള്ള വിഷം തിരിച്ചറിയാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു. മാഷ് എന്നോട് പൊറുക്കണം. നിഴലേ നിഴലേ നീ അരികിലെത്തിയോ, നിഴലേ നിഴലേ നീ അരികിലെത്തിയോ, കൊടുങ്കാറ്റേ നീ തൊട്ടു നോക്കിയോ, കൊടുങ്കാറ്റേ നീ തൊട്ടു നോക്കിയോ, മരണമേ നീ മാടി വിളിച്ചു, മരണമേ നീ മാടി വിളിച്ചു, കരയാൻ കഴിയാത്ത കടലേ, കരയാൻ കഴിയാത്ത കടലേ, നീ എത്തിയോ, നീ എത്തിയോ, നിഴലേ നിഴലേ നീ അരികിലെത്തിയോ, നിഴലേ നിഴലേ നീ അരികിലെത്തിയോ. ഹലോ, കൊട്ടേഷൻ ടീമല്ലേ? ആ ആ ഞാൻ ഓമനക്കുട്ടനാണ്. പിന്നെ ആ രാഷ്ട്രീയ നേതാവായ ശിവമൂർത്തിയുടെ 2 കാല് തല്ലി ഓടിക്കണം ഇന്ന് രാത്രി തന്നെ. ഓക്കെ, 20,000 രൂപ ഞാനിപ്പോൾ ഗൂഗിൾ പേ അയക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രധാന വാർത്തകൾ. ഇന്നലെ രാത്രി രാഷ്ട്രീയ നേതാവായ ശിവമൂർത്തിയെ 4-5 സംഘാംഗങ്ങൾ ആക്രമിച്ചതായി കാണുന്നു. 2 കാലും തല്ലിയൊടിച്ചതായി റിപ്പോർട്ട്. എതിർ പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ഓമനക്കുട്ട, നീ അറിഞ്ഞില്ലേ ടി വിയിലും ന്യൂസ് പേപ്പറിലും വാർത്ത? എൻ്റെ മോൻ ശിവമൂർത്തിയുടെ 2 കാലും എതിർ പാർട്ടിയിൽ തല്ലിയൊടിച്ചുവെന്ന്. അയ്യോ എൻ്റെ മോൻ, എനിക്കെൻ്റെ മോനെ കാണണം. ഏതാശുപത്രിയിലാണ്? ഇത് നല്ല കൂത്തായി. എന്തിനു കാണണം? സ്വന്തം അച്ഛനെ കൊല്ലാൻ നോക്കിയ മകന് കിട്ടിയ ദൈവശിക്ഷയാണിത്. മാഷ് വിഷമിക്കരുത്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. അവർ എന്നെ വിളിച്ചിരുന്നു. സ്വന്തം അച്ഛനെ ദ്രോഹിച്ചതിനുള്ള ദൈവശിക്ഷയാണെന്ന് അവർക്ക് ബോധ്യമായി. അവർ മാഷിനെ കാണാനായി എത്തും, അല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അച്ഛാ, 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 എന്ന് വിളിക്കാൻ പോലും യോഗ്യതയല്ലാത്ത മക്കളാണ് ഞങ്ങൾ. പോയച്ഛ, എന്റെ 2 കാലും പോയി. ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഇനി അതിന് സാധിക്കില്ലെന്നോ? എതിർ പാർട്ടികൾ 5 അംഗ സംഘം വന്ന് എന്റെ ഈ 2 കാലും തല്ലി ഒടിച്ചു. എന്റെ അച്ഛനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ദൈവം തന്നു. ഒരു കരുണ പോലും കാണിക്കാത്തവരാണ് ഞങ്ങൾ. സ്വന്തം അച്ഛനെ നോക്കാൻ കഴിയാത്ത അനാഥ മന്ദിരത്തിൽ ആക്കിയ ദുഷിച്ച മക്കളാണ് ഞങ്ങൾ. എനിക്കും കിട്ടി ശിക്ഷ. ലക്ഷങ്ങൾ പലിശ ഈടാക്കിയതിനാൽ, പണം അടയ്ക്കാൻ പറ്റാത്തതിനാൽ ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്തു. ആ പേരിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. മാപ്പ്, എത്ര മാപ്പ് പറഞ്ഞാലും മതിയാകില്ല. ശപിക്കരുത് അച്ഛ. അച്ഛൻ ഞങ്ങളോട് കൂടെ വരണം. അച്ഛൻ്റെ ഒരു സ്വത്തും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അച്ഛനെ മാത്രം മതി. ഓമനക്കുട്ട, നീ നല്ല മനുഷ്യനാണ്, മനുഷ്യത്വമുള്ളവനാണ്. ബിരിയാണിയിൽ വിഷം കലർത്തി അച്ഛനെ കൊല്ലാൻ ഏൽപ്പിച്ചപ്പോൾ നീ അത് ചെയ്തില്ല.
അച്ഛ, വരൂ, നമുക്ക് പോകാം. ഇനി തനിച്ച് ഈ വീട്ടിലിരിക്കരുത്. ഇല്ല മക്കളെ, അച്ഛനിപ്പോൾ വരുന്നില്ല. നിങ്ങൾ പോയിക്കോ. എന്തായാലും എൻ്റെ മക്കളുടെ മനസ്സ് മാറിയില്ലേ, അത് മതി ഈ അച്ഛന്. സന്തോഷമായി. പിന്നെ നിങ്ങളറിയാതെ ഈ അച്ഛൻ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വക്കീലിനെ കണ്ട് നിങ്ങളുടെ പേരിൽ 2 പേർക്കും വേണ്ട വിധത്തിൽ സ്വത്തുകൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ അതോർത്ത് വിഷമിക്കരുത്. എൻ്റെ കുട്ടി പോയി വിശ്രമിക്കേ. 2 കാലും തകരാറായതല്ലേ, ഇനി ഭേദമാകാൻ മാസങ്ങളാവില്ലേ? മാഷേ, മറ്റൊരു സത്യം ഞാൻ പറയാൻ പോവുകയാണ്. അത് കേട്ട ശേഷം മാഷിനെ എന്നെ കൊല്ലാം അല്ലെങ്കിൽ തല്ലാം, ഞാൻ നിന്ന് തരും. എൻ്റെ മുമ്പിൽ ആ വഴിയെ തോന്നിയുള്ളൂ. നിങ്ങളുടെ മകനായ ശിവമൂർത്തിയെ കൊട്ടേഷീമിനെ വിട്ട് തല്ലിച്ചത് ഈ ഞാനാണ്. മാഷിൻ്റെ മക്കളുടെ മനസ്സ് മാറാൻ ഈ ബുദ്ധി എനിക്ക് തോന്നിയുള്ളൂ. എന്നോട് പൊറുക്കണം മാഷേ. ഇല്ല, എൻ്റെ ഓമനക്കുട്ടൻ ചെയ്തത് ശരിയാണ്. നീ എനിക്ക് ജനിക്കാത്ത മകനാണ്. ഇല്ല, ഇനി നീ എൻ്റെ സ്വന്തം മകനാണ്. എൻ്റെ മുമ്പിൽ വിളക്ക് പോലെ തെളിയുന്ന ഈശ്വരനാണ് നീ. ഈശ്വരനാണ് നീ. ഒരടി തന്നവന് 2 അടി തിരിച്ചു കൊടുത്താലും ആദ്യം കിട്ടിയ അടി പരിണിത ഫലങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. പലവിധ പ്രകൃതവും പെരുമാറ്റമുള്ള പരിസരത്തും ഉണ്ടാവും, മക്കളിലും ഉണ്ടാവും. ദുഷ്ടരും നിഷേധികളും എല്ലാം ഉണ്ടാവും. അവരെ ഉൾക്കൊള്ളണം. നമ്മൾ എത്ര നന്മയോട് ജീവിച്ചാലും അപമാനിക്കപ്പെടാം, ആക്രമിക്കപ്പെടാം. പ്രായോഗികമായി പെരുമാറുക എന്നത് മാത്രമാണ് പരിഹാരം. അച്ഛൻ, അമ്മ, മക്കൾ, ബന്ധങ്ങൾക്ക് എപ്പോഴും ഓരോ മുറിവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തനിക്കുണ്ടായ ആഘാതത്തിൽ ഒരാൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടാലറിയാം അയാളുടെ വൈകാരിക നിലവാരം. മാഷിന് ഒരു തണലായി, ഒരു നിമിത്തം പോലെ ദേവദൂതനായി ഞാൻ എത്തി, അത്രമാത്രം. മാഷേ, നിങ്ങൾക്കറിയോ, എൻ്റെ അച്ഛൻ ദാരിദ്ര്യം നിറഞ്ഞ ഒരു പാവം ഓട്ടോക്കാരനും രാഷ്ട്രീയക്കാരനുമായിരുന്നു. അധികാരദാർഷ്ട്യത്തിൽ എതിർസ്വരങ്ങളെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയ ശത്രുക്കൾ എൻ്റെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. ഞങ്ങൾ താമസിച്ച് ഓലപ്പുര കത്തിച്ചു. തീയിൽ വെന്തുരുകിയ അച്ഛൻ്റെയും അമ്മയുടെയും 2 ദേഹങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒറ്റപ്പെട്ടു പോയ ഈ 10 വയസ്സുകാരൻ്റെ വേദന ആ ചെന്നായ്ക്കളായ മക്കൾക്ക് തിരിച്ചറിയില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തൊരുക്കെ ആ വേദന എന്തെന്നറിയുള്ളൂ. മോനെ ഓമനക്കുട്ട, കാഴ്ചയുള്ള കണ്ണുകൾ എല്ലാവർക്കും ഉണ്ടാവും. കരിവുള്ള കണ്ണുകൾ ഓമനക്കുട്ടനെ പോലവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരിഭവിക്കുന്നവർക്കും വേണ്ടത് അണയാനൊരിടമാണ്. സ്വത്തുക്കൾ മാത്രം മോഹിക്കുന്ന മക്കളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ ഭേദം നിന്നെ പോലുള്ള പാവപ്പെട്ടവരുടെ കൂടെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ഇരിക്കുന്നതല്ലേ നല്ലത്. മരണം വരെ ഇനി നിന്റെ കൂടെ. അച്ഛൻ എന്ന അക്ഷരമരത്തിനെ മക്കൾ ഇങ്ങനെ വെട്ടി മുറിക്കൽ. മാഷേ, മാഷേ, എഴുന്നേൽക്ക് മാഷേ. മാഷേ, അയ്യോ അയ്യോ മാഷേ, ആണോ മാഷേ ഞാൻ കഷ്ടപ്പെട്ടത്? മാഷേ, അയ്യോ അയ്യോ. ഹലോ ഹലോ, ശിവമൂർത്തി സാറേ, ശിവമൂർത്തി സാറേ, വേഗം വരണം. മാഷ് പോയി, നിറച്ചു പോയി. അയ്യോ.
എന്നും ഓർക്കുന്ന അച്ഛൻ. അച്ഛാ!